Hi dear students, in this video lecture we would like to discuss vector fields, gradient fields, work done by a force over a curve and some problems on this regard. Generally, a vector field on a domain in the plane plane or in space is a function that assigns a vector to each point on the domain. അതായത് ഡൊമൈനിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്റ്റർ അസൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് വെക്റ്റർ ഫീൽഡ്. അപ്പോൾ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഒരു പോയിന്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വെക്റ്റർ കിട്ടും. അപ്പോൾ a field of three-dimensional vectors might have the formula like f of xyz is equal to mi plus nj plus pk. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ത്രീ ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അത് ഒരു എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എം ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് എൻ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് പി ഓഫ് എക്സ് വൈ സെഡ് കെ എന്നുള്ള ഫോമില ആയിരിക്കും. അപ്പം ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൊമൈനിലുള്ള ഒരു പോയിന്റിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്റ്റർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു എഫ് ഈക്വൽ ടു എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ എന്നുള്ള ഫോമുല റെപ്രസെന്റ് ചെയ്യുമ്പോൾ എം എൻ പി എന്നുള്ളതാണ് എന്നിവയെ നമ്മൾ വി വിൽ കോൾ ഇറ്റ് ആസ് കമ്പോണന്റ് ഫങ്ഷൻസ്. The vector field f is continuous if the component functions m, n, p are continuous. Okay, m and p are continuous aanengil we can say that the vector field is continuous, and in this same way the vector field is differentiable if m, n, p are differentiable. Now we would like to discuss the gradient field. Gradient എന്താണ് എന്നുള്ള ഡയലോഗ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ നമ്മൾ ഒന്നുകൂടെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. The gradient field of a differentiable function f of xyz is defined as the gradient vectors del f equal to dou f by dou xi plus dou f by dou yj plus dou f by dou zk. Okay, del f is defined as dou f by dou xi plus dou f by dou yj plus dou f by dou zk. So we can discuss a problem. Find if f of xyz is equal to 3x square y minus y cube z, find the gradient of f. So here f equal to നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് മൈനസ് സെഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഡെൽ എഫ് കാണണം. ഡെൽ എഫ് കാണാനുള്ള ഫോർമുല നമ്മൾ ഡെൽ എഫ് ആണ് നമുക്ക് കാണേണ്ടത്. ലെറ്റ് ഇറ്റ് ബി എഫ് എന്നുള്ള ഫോർമുല എഴുതി ഡെൽ എഫ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡോ സെഡ് കെ എന്നുള്ളതാണ് ഫോമുല. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ എക്സൈസ് വർക്ക്ഡ് ഔട്ട് ആണ്. ഇവിടെ ആൻസർ കിട്ടുന്നത് 6xy പ്ലസ് ഐ ഇൻറ്റു 3x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ഇൻറ്റു ജെ മൈനസ് 2y ക്യൂബ് സെഡ് കെ എന്നുള്ളതാണ് നമുക്ക് ഗ്രേഡിയന്റ് കിട്ടുന്നത്. ഗ്രേഡിയന്റ് ഡെൽ എഫ് കാണാനുള്ള ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓവർ എ കർവ്. നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ലൈൻ ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ലൈൻ ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻസിലേക്ക് മടങ്ങി വരികയാണ്. ദി വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എഫ് ഈക്വൽ ടു എം ഐ പ്ലസ് എൻ ജെ പ്ലസ് പി കെ over a smooth curve r of t from t equal to a to t equal to b is w equal to integral over c f dot t ds, where c denote the curve rt from t equal to a to t equal to b and t is the curve's unit tangent vector. Okay, അപ്പോൾ നമ്മൾ വർക്ക് ഡൺ ഡിഫൈൻ ചെയ്യുന്ന വർക്ക് ഡൺ w equal to integral over c f dot t ds എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ ഫോർമുല വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല w equal to integral over c f dot t ds എന്നുള്ളതാണ്. where the work done by f is the force. f എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. t എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അറ്റ് ദി പോയിന്റ് കർവിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ് t എന്നുള്ളത്. അതായത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാണാനുള്ള ഫോർമുല നമുക്കറിയാം dr by dt by modulus of dr by dt എന്നുള്ളതാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ t കാണാനുള്ള ഫോർമുല. അപ്പം സി എന്ന് പറയുന്നത് ആർ ടി is equal to ആർ ടി ഫ്രം ടി ഈക്വൽ ടു എ ടു ടി ഈക്വൽ ടു ബി എന്നുള്ളതാണ് സി എന്നുള്ള കർവ്. അങ്ങനെയാണ് എങ്കിൽ വർക്ക് ഡൺ is equal to വർക്ക് ഡൺ w equal to integral over c f dot t ds എന്നുള്ളതാണ്.
ഓക്കെ, അപ്പം ഇവിടെ ടി കാണുന്നത് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല തന്നിട്ടുള്ള W C F dot T ds എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടി എന്നുള്ളതിനെ വി ടി ബൈ മോഡുലസ് ഓഫ് വി ടി ഡി എസ് എന്നുള്ള ഫോർമുല എഴുതാം. ഇനി ഡി എസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡി എസ് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് പാരാമീറ്റർ, ആർക്ക് ലെങ്ത്തിന്റെ ഡിഫറൻഷ്യൽ ഇൻ ആർക്ക് ലെങ്ത് ആണ്. അപ്പോൾ ഡി എസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം മോഡുലസ് ഓഫ് വി ടി ഡി ടി എന്നാണ് ഡി എസ് വരുന്നത്. ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് ഡോട്ട് വി ടി ബൈ മോഡുലസ് ഓഫ് വി ടി ഇൻറ്റു മോഡുലസ് ഓഫ് വി ടി ഡി ടി എന്നുള്ള വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് വി ടി എന്നുള്ളത് നമുക്കിവിടെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എഫ് ഡോട്ട് വി ടി ഡി ടി എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്ന് പറയാം. ഇവിടെയും നമുക്ക് ഡി ടി എന്നുള്ളതിനെ വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇതിനെ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള ഫോമിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ W ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാതെ ഡി ആർ ബൈ ഡി ടി എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ എന്നുള്ള വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് പി ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ നമുക്ക് അതിനെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ പ്ലസ് പി ഡി സെഡ് എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രൽ ഓവർ ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള ഫോമിൽ നമ്മൾ വർക്ക് ഡണ്ണിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വർക്ക് ഡൺ കാണാനുള്ള ഫോമുല ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ആണ്. എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്നുള്ള ഫോമുലയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് ഡോട്ട് വി ഡി ടി എന്നുള്ള ഫോമുലയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വർക്ക് ഡൺ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫൈൻഡ് ഡി ആർ ബൈ ഡി ടി. അപ്പം ഒരു കർവ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡി ആർ ബൈ ഡി ടി ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് എഫ് ഓൺ ദി കർവ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പാരാമീറ്റർ ടി. ഇപ്പോൾ ഇവിടെ ഡി ആർ ബൈ ഡി ടി എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ള പാരാമെട്രിക് ഫോമിലാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു ആർ, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഈക്വൽ ടു വൈ ഓഫ് ടി, സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എന്നുള്ള ഫോമിലുള്ള ടിയിലുള്ള ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ വാല്യൂ എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫിനെ നമ്മൾ ഒരു ടിയിൽ പാരാമീറ്റർ ടിയിൽ വരുന്ന ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി കാണാം. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഈക്വൽ ടു എ ടു ടി ഈക്വൽ ടു ബി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോബ്ലംസിലേക്ക് പോവാം. ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ എഫ് ഈക്വൽ ടു സെഡ് ഐ പ്ലസ് എക്സ് ജെ പ്ലസ് വൈ കെ over the curve rt is equal to sin ti plus cos tj plus tk 0 less than or equal to t less than or equal to 2 pi. അപ്പം നമ്മൾ തന്നിട്ടുള്ള കർവിനെ c എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. ലെറ്റ് c denote the curve, then the curve is given by rt c such that rt is equal to sin ti plus cos tj plus tk 0 less than or equal to t less than or equal to 2 pi. Here x equal to sin t, y equal to cos t, z equal to t. അപ്പം ഇവിടെ f equal to zi plus xj plus yk എന്നുള്ളതാണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ f equal to ti, z എന്ന് പറയുന്നത് ti plus sin tj plus cos tk എന്നുള്ള ഫോമിൽ വന്നു. അപ്പോൾ f equal to ti plus sin tj plus cos tk എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ വർക്ക് ഡൺ നമുക്ക് ആർ ടി കിട്ടിയിട്ടുണ്ട്. ആർ ടി ഈക്വൽ ടു സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് ടി കെ എന്നുള്ളതാണ്. അതിൽ നിന്ന് ഡി ആർ ബൈ ഡി ടി കാണാം. ഡി ആർ ബൈ ഡി ടി കാണാൻ വേണ്ടിയിട്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ പ്ലസ് കെ എന്നുള്ള വാല്യൂസ് കിട്ടി. അപ്പോൾ ഇനി വർക്ക് ഡൺ കാണാനുള്ള ഫോമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വർക്ക് ഡൺ കാണാനുള്ള ഫോമുല W ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ആർ ഡി ആർ ബൈ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി എന്നുള്ളതാണ്. അതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫിൻ്റെ വാല്യൂ ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് കോസ് ടി കെ ഡോട്ട് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ പ്ലസ് ടി കെ ഡോട്ട് പ്രോഡക്റ്റ് കാണാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ആൻസർ കിട്ടുന്നത് ആൻസർ ഈക്വൽ ടു -π എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ.